Hey, what's up guys, welcome back to our channel. So in this quick Adobe Premiere Pro tutorial, I'm gonna show you guys how to edit your video according to the music like this. Hey guys, welcome back. So a quick announcement. നമ്മുടെ ചാനലിൻ്റെ പേര് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. താഴെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ മ്യൂസിക്കിൻ്റെ ബീറ്റിനനുസരിച്ച് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന മ്യൂസിക് ജസ്റ്റ് ശരിക്കൊന്ന് കേൾക്കുക. ബീറ്റ് എവിടെയാണ് വരുന്നതെല്ലാം ശരിക്കും ഒരു 5-6 തവണ വീഡിയോ കേൾക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഡിറ്റിൻ്റെ അകത്ത് പോയി കീബോർഡ് ഷോർട്ട് കട്ട്സ് എടുക്കുക. കീബോർഡ് ഷോർട്ട് കട്ടിൻ്റെ അകത്ത് എം എന്നുള്ളത് ആഡ് മാർക്കർ ആണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുക. ഓക്കെ, ആഡ് മാർക്കർ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ മ്യൂസിക് ശരിക്കും കേട്ടിട്ട് ബീറ്റ് വരുന്നിടത്തെല്ലാം എം കൊടുക്കുക. ഓക്കെ, ഐ വിൽ ഷോ യു. നമ്മൾ നല്ല കറക്റ്റായിട്ട് നമ്മുടെ മ്യൂസിക് നമ്മൾ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബീറ്റിൻ്റെ ആ ഭാഗത്തല്ല. ഇത് നിങ്ങൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ട്രാക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ മാർക്കർ കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞത് കണ്ടോ, മാർക്കർ നമ്മുടെ ട്രാക്കിലേ വീഴത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ടൈം ലൈനെ സെലക്ട് ചെയ്ത ശേഷം മാത്രം മാർക്കർ കൊടുക്കുക. നിങ്ങൾ ശ്രദ്ധിക്കുക. ശേഷം നിങ്ങളുടെ ഓഡിയോയ്ക്ക്, അതായത് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച വീഡിയോയ്ക്ക് ഓഡിയോ ഉള്ളതാണ്, ആ വീഡിയോയുടെ കൂടെ ഓഡിയോ ഉള്ളതാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സോങ് എന്ന് വെച്ചാൽ രണ്ടാമത്തെ ട്രാക്കിൽ കൊണ്ടിടുക. അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ട് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. വേറൊരു വീഡിയോ ഇങ്ങോട്ട് എടുത്തിട്ട് കഴിയുമ്പം ആ വീഡിയോയുടെ ട്രാക്ക് വന്ന് നമ്മുടെ ഇതിനെ കവർ ചെയ്യും. കണ്ടോ, ഇതുപോലെ കവർ ചെയ്ത് കളയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഓഡിയോ ഉള്ള വീഡിയോ ആണെങ്കിൽ ജസ്റ്റ് ആ സോങ്ങിൻ്റെ ട്രാക്ക് രണ്ടാമത്തെ ട്രാക്കിലുള്ളതാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ വീഡിയോ എല്ലാം സെലക്ട് ചെയ്യുക. സോ ഞാൻ ഫസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാ വീഡിയോയും സെലക്ട് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗോ ടു ക്ലിപ്പിൻ്റെ അകത്ത് പോവുക. ക്ലിപ്പിൻ്റെ അകത്ത് പോയ ശേഷം ഇവിടെ ഓട്ടോമേറ്റ് ടു സീക്വൻസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് കളിഞ്ഞ് വരും. അവിടെ പ്ലേസ്മെൻറ്റ് എന്നുള്ളത് അറ്റ് നമ്പേർഡ് മാർക്കേഴ്സ് കൊടുക്കുക. ഓക്കെ, അറ്റ് നമ്പേർഡ് മാർക്കേഴ്സ് കൊടുക്കുക. ശേഷം ഓക്കെ അടിക്കുക. സോ യു ക്യാൻ സീ ദാറ്റ് നമ്മുടെ വീഡിയോ എല്ലാം നല്ല അടിപൊളിയായിട്ട് സീക്വൻസിലായിട്ട് നമ്മുടെ മാർക്കിനനുസരിച്ച് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓഡിയോ ഉള്ളതാണെങ്കിൽ I am going to unlink it. നിങ്ങൾക്ക് ശേഷം ഓഡിയോ അല്ല ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂസിക്കിനനുസരിച്ച് നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതുപോലെ ട്രാവലിംഗ് വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ തരത്തിലുള്ള വീഡിയോസ് വളരെയധികം ഉപകാരപ്പെടും. ദിസ് ഈസ് ദ വെരി ഈസിയസ്റ്റ് മെത്തേഡ്. നിങ്ങൾ ബീറ്റ് അവിടെ പോയിട്ട് സീറ്റുകളെടുത്ത് കട്ട് ചെയ്ത് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഭേദം പ്രീമിയർ നമുക്ക് വേണ്ടി കറക്റ്റ് ബീറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും. സോ ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന മ്യൂസിക് ശരിക്കും ഒന്ന് കേട്ട് ബീറ്റ് എവിടെയൊക്കെയാണെന്ന് മനസ്സിലാക്കുക. അത് ഈ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കാം. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കരുതുന്നു. ആൻഡ് ആസ് ഓൾവേസ്, see you guys on my next video. Peace.